പ്രവീൺ പുരുഷോത്തമൻ, ഇവരുടെ വിവാഹം അടുത്തിടെയായിരുന്നു. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു വിവാഹം. ആ വിവാഹ ദൃശ്യങ്ങൾ ഒക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിഖിലിനെയും അനുവിനെയുമാണ്. നവംബർ 30-ന് ഒരുപാട് സന്തോഷത്തോടെ വിവാഹിതരായ രണ്ടുപേർ, അവർ 15 ദിവസങ്ങൾക്കിപ്പുറം അവരുടെ മരണവാർത്തയാണ് അവരുടെ വീടുകളിലേക്ക് എത്തുന്നത്. അവരെ മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയ നിഖിലിനെയും അനുവിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയ, വലിയ സന്തോഷത്തോടെ പോയ അവരുടെ പിതാക്കന്മാർ, അച്ഛന്മാരും ഈ അപകടത്തിൽ മരിക്കുകയാണ്. ബിജുവും മത്തായിയും ഒരുപാട് സന്തോഷത്തോടെ മിണ്ടിയും പറഞ്ഞുമൊക്കെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മക്കളെ കൂട്ടാനായി പോകുന്നു. രണ്ടുപേരും മക്കളെയും കൂട്ടി തിരിച്ച് വരുമ്പോൾ വീടിനടുത്തെത്താറാകുമ്പോഴാണ് മരണം പാതയിൽ പതിയിരുന്ന് അവരെ തട്ടിക്കൊണ്ടു പോകുന്നത്. അമിത വേഗത്തിൽ വാഹനമെത്തി ഉറങ്ങിപ്പോയി എന്നൊക്കെ ഉള്ള നിഗമനങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു വിയോഗം ആ രണ്ട് കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു വേദനയും ആഘാതവും അത് നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതിലും വലുതല്ലേ പ്രവീൺ? രണ്ട് കുടുംബങ്ങളുടെ ഗൃഹനാഥന്മാർ, അതോടൊപ്പം അവരുടെ എല്ലാമായ രണ്ട് പൊന്നുമക്കൾ, അത്രയും ആഘാതങ്ങൾ ആ രണ്ട് കുടുംബങ്ങളിലും ഉണ്ടാവുകയല്ലേ പ്രവീൺ? അതെ സുജിയ, ഈ നിഖിലിൻ്റെയും ഒപ്പം തന്നെ അനുവിൻ്റെയും ഒക്കെ അവരുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു ദിനം നവംബർ 30-നാണ് അവരുടെ വിവാഹം കഴിയുന്നത്. നമുക്കറിയാം, അതിനുശേഷം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവർ ഏറെ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ച ഒരു യുവ ദമ്പതികൾ അവർ വിവാഹത്തിന് ശേഷം മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. വിദേശത്താണ് നിഖിൽ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവർ മലേഷ്യയിലേക്ക് വിവാഹത്തിന് ശേഷം ഹണിമൂൺ ട്രിപ്പിനായിട്ട് പോകുന്നു. ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര. അതിനുശേഷം അവർ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അവർ മടങ്ങിയെത്തുന്നു. കുടുംബാംഗങ്ങളും സ്വാഭാവികമായും അവർ മലേഷ്യയിൽ നിന്നും അവരുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. ഇരുവരുടെയും പിതാക്കന്മാരാണ് കാറിൽ തിരുവനന്തപുരത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയത്. അവർ വിമാനമിറങ്ങിയ ശേഷം രണ്ടുപേരും ഒപ്പം തന്നെ ഇവർ രണ്ടുപേരുടെയും പിതാക്കന്മാരും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. വീട്ടിലേക്ക് എത്തുന്നതിന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മുമ്പ് വെച്ചാണ് ഈ ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത്. കാർ അയ്യപ്പന്മാർ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിൻ്റെ മുൻവശത്തേക്ക് ഇടിച്ചു കയറുന്നു. ഇനി അപകടം സംബന്ധിച്ച് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, മറ്റെന്തെങ്കിലും റോഡിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധനയിൽ കൂടെയാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും വേഗതയിലെത്തിയ രണ്ട് വാഹനങ്ങളും സ്വാഭാവികമായും ശരാശരിയിലും വേഗതയിലായിരിക്കും. കാരണം ഒരു സംസ്ഥാന പാതയാണ്, ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പാത കൂടിയാണ്. കുണ്ടും കുഴികളൊന്നുമില്ലാത്ത ഏറ്റവും പുതിയ റോഡ് എന്ന് തന്നെ പറയാം. ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചൊരു റോഡ്. സ്വാഭാവികമായും പുലർച്ചെയൊക്കെ ആയതിനാൽ സാമാന്യം വേഗതയിൽ തന്നെയായിരിക്കും രണ്ട് വാഹനങ്ങളും എതിർ ദിശയിൽ നിന്നും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇടിയുടെ ആഘാതവും ഒരുപക്ഷെ കൂടിയത്.